സ്വതവേ നമ്മൾ വെള്ളക്കാർ വൈറ്റ് എന്ന് ഒരു സാമാന്യ രൂപത്തിൽ വിളിക്കും. നമ്മൾ ചിലപ്പോൾ യൂറോപ്പിലെ സായിപ്പ്, യു കെയിലെ സായിപ്പ്, വെള്ളക്കാരൻ എന്ന ഇത് ഇംഗ്ലീഷ് എന്ന ഇത് കൊടുത്ത് നമുക്ക് തെറ്റിദ്ധാരണ ഇതായിട്ട് ജനകമായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥമായ വൈറ്റ് അല്ലെങ്കിൽ വെള്ളക്കാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരൻ എന്ന് പറയുന്നത് UK, യുണൈറ്റഡ് കിങ്ഡം. അത് ചെറിയൊരു പ്രദേശമാണ്, അത്ര വലിയ രാജ്യം എന്നല്ല, ഒരു ദ്വീപ് പോലെയാണ്. അതിന്റെ വേറൊരു ഭാഗമായിട്ട് നോർത്തേൺ അയർലൻഡ്, ഇപ്പൊ നമ്മുടെ ബെൽഫാസ്റ്റ്, ടൈറ്റാനിക് ഒക്കെ ഉണ്ടാക്കിയ ഭാഗം. എന്നാൽ ഈ വെള്ളക്കാരൻ അതിന്റെ ഏറ്റവും ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അവരെക്കാളും വലിയ 70 രാജ്യങ്ങൾ ഭരിച്ചിരുന്നു. ഇന്നും ഓസ്ട്രേലിയയുള്ള പോലെയുള്ള രാജ്യങ്ങളും രാജാവിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്, ആ പ്രദേശം അവര് ഇത് ചെയ്തിരുന്നത്. അന്നാളില് ഇവർക്കെതിരെ നിന്നിരുന്ന ശക്തികൾ എന്ന് പറയുന്നത് അവർക്ക് മുന്നേ സ്പാനിഷ് ആയിരുന്നു, സ്പാനിഷ് കൾച്ചറായിരുന്നു. അതിനുശേഷം ഇവരോടൊപ്പം മത്സരത്തിന് നിന്നിരുന്നവര് ഫ്രാൻസ്, അതല്ലെങ്കിൽ റോമ സാമ്രാജ്യം, ഇതൊക്കെയാണ്. അപ്പൊ ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ ഇവർ തമ്മിലുള്ള റോമ സാമ്രാജ്യം ഞങ്ങളെക്കാളും വലുതാണോ എന്നുള്ളൊരു അന്നൊന്നും സിവിലൈസേഷൻ അത്ര വളർന്നിട്ടില്ല. ഈ ഓട്ടോമൻ എംപയർ വരുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള ഓരോ എംപയറുകൾ, സിവിലൈസേഷൻ വളർന്ന് വരുന്നുള്ളൂ. അപ്പോ അതിനുശേഷം റോമ സാമ്രാജ്യത്തിന്റെ അണ്ടറിലാണ് ക്രിസ്തീയ വിഭാഗം അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗം കുടികൊണ്ടിരുന്നത്. ഏകദേശം ഇപ്പൊ UK സായിപ്പാണെങ്കിൽ പോലും, വെള്ളക്കാരൻ എന്ന് വിളിക്കുന്ന സായിപ്പാണെങ്കിൽ പോലും ആ റോമ സാമ്രാജ്യത്തിന്റെ കത്തോലിക്ക സഭയുടെ അണ്ടറിലായിരുന്നു അന്നാളിലൊക്കെ നിലകൊണ്ടിരുന്നതും. അവര് ആ ഒരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പോയവർക്ക്, റോമിലൊക്കെ പോയവർക്ക് അതിന്റെ ഒരു ഇതിൽ അണ്ടറിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഒരു 1534-35 കാലഘട്ടം, ആ കാലഘട്ടത്തില് കിങ് ഹെൻറി രാജാവ് എട്ടാമൻ, അദ്ദേഹത്തിന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോ, ഡിവോഴ്സ് ഒക്കെ വന്ന സമയത്ത് റോമ സാമ്രാജ്യത്തിന്റെ അണ്ടറിലുള്ള കത്തോലിക്ക സഭയിൽ നിന്നും പിൻവാങ്ങി ആംഗ്ലിക്കൻ ചർച്ച് തുടങ്ങാണ്. ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട്, UK സായിപ്പിന് വേണ്ടിയിട്ട് അവരുടെ പള്ളി തുടങ്ങാണ്. അന്ന് മുതൽ റോമിൽ നിന്നും ഇതായിട്ട് അവരുടേക്ക് സ്വന്തമായ ആ രാജകുടുംബത്തിന് സ്വന്തമായിട്ടുള്ള, ഇപ്പം നമ്മുടെ എലിസബത്ത് രാജ്ഞി, ഇരിക്കുന്ന കിങ് ചാൾസ് രാജകുമാരനൊക്കെ അങ്ങനെ വേറിട്ടാണ് നിന്നിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ യൂറോ സോണിൽ വന്നു. അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ടുമാറുന്നു, ബ്രെക്സിറ്റ് വരുന്നു. അങ്ങനെ ഇവരുടെ ശക്തി പ്രഭാവം ഏകദേശം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ ശക്തി പ്രഭാവം താഴ്ന്നു വരായിരുന്നു. പക്ഷെ അവർക്ക് അപ്പോഴും അടി കൊള്ളാതെ അവർ പോയിരുന്നത് അമേരിക്കയുടെയും നാറ്റോയുടെയും സംരക്ഷണം അവരുടെ മേലെ ഉള്ളതുകൊണ്ടാണ് അവർ അടികൊള്ളാതെ പോയിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹിത്യത്തിൽ ഏകദേശം ഒരു 7-8% മുസ്ലിമുകൾ അവിടെ കുടിയേറിയോടുകൂടി സായിപ്പിനെ, അവിടെയുള്ള 7 ലണ്ടൻ ഉൾപ്പെടെ, സാദിഖാൻ ഉൾപ്പെടെ 7 മുനിസിപ്പാലിറ്റികളുടെ അതല്ലെങ്കിൽ സിറ്റികളുടെ മേയർമാര് പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള മുസ്ലിംസ് ആണ്. അതാണ് ഇപ്പൊ ഇത്തിരി മറ്റേ ടോമി ബ്രാൻസൺ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്ന് അതിനെതിരെ, കുടിയേറ്റത്തിനെതിരെ സമരം നടക്കുന്നുണ്ടെങ്കിലും ആ 8% പാകിസ്ഥാനികൾ വന്നിട്ട് അവരെ തിരിച്ചു ഭരിക്കുന്ന സ്ഥിതിയിലേക്കാണ് സായിപ്പിന്റെ സ്ഥിതി വന്നേക്കണേ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചാൾസ് രാജകുമാരൻ, എലിസബത്ത് രാജ്ഞിയുടെ മകൻ ചാൾസ് രാജകുമാരൻ, അവിടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ, അവരുടെ പ്രഭാവം തകർന്നില്ല, അടിഞ്ഞു പോകാൻ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു നമ്പൂതിരി കുലം ആ ഒരു മനകളൊക്കെ നശിച്ച് നാറാണക്കല്ലെടുക്കണതിന് തുല്യമായിട്ടാണ് സായിപ്പിന്റെ ആ ഒരു ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2-ാമത്തവൻ അവൻ ഇവിടെ വന്ന ഒരു കറുത്ത ഈ അമേരിക്കയിലെ ഒരു കറുത്ത വർഗ്ഗക്കാരിനെ മെർക്കൽ, ഒരു അവളുടെ പേരുകളൊക്കെ ഞാൻ വിട്ടുപോയി. അവളെ കല്യാണം കഴിച്ചു. അവൻ വന്നിട്ട് വലിയ ലിബറൽ ഐഡിയോളജി പറഞ്ഞു. അത് കഴിഞ്ഞ് എലിസബത്ത് രാജ്ഞി അവനെ രാജകുടുംബത്തിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് വീണ്ടും എലിസബത്ത് രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ തിരിച്ചു വിളിച്ച്, നീ പോരെ, കുടുംബത്തേക്ക് കയറിക്കൊന്ന് നിനക്ക് രാജകീയ സ്ഥാനങ്ങൾ തരുന്നു പറഞ്ഞു. പിന്നെ അങ്ങനെ വില്യം ഹാരി രാജകുമാരനാണ് ഇവിടെ വന്ന ഒരു കറുത്തവർഗ്ഗക്കാരിനെ ഹോളിവുഡിൽ നടന്നിരുന്ന ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയും വലിയ വിശാലഹൃദയൊക്കെ കാണിച്ചത്. അതിന് ട്രംപ് അവനെ പുറത്താക്കാനായിട്ട് വഴി നോക്കി. അതിന് ട്രംപാണ് സെറ്റിൽമെന്റ് ആക്കിയത്. ചാൾസ് രാജകുമാരനോട് പറഞ്ഞു, നിങ്ങളുടെ മകനല്ലേ, അവനും കൂടി ആ രാജകുടുംബത്തിൽ, എലിസബത്ത് രാജ്ഞി മരിച്ചു പോയല്ലോ, അവനും കൂടി അവിടെ കൂട്ടത്തിൽ കൂട്ടും. അപ്പൊ പ്രിൻസ് വില്യം ഈ അടുത്ത രാജാവായിട്ട് ഇരിക്കാനായിട്ടുള്ള ഇത് മൂത്തവൻ ഇരിക്കുന്ന ഡയാനയുടെ മക്കളാണ് കേട്ടോ ഇവര്. ഇപ്പൊ കമീലേനെയാണ് ചാൾസ് രാജകുമാരൻ
കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1534 പുതിയ ആംഗ്ലിക്കൻ ചർച്ച് തുടങ്ങിയിൽ നിന്ന് വിഭിന്നമായിട്ട് കഴിഞ്ഞ ദിവസം റോമിൽ ലിയോ മാർപ്പാപ്പയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രഭാവവും അവരുടെ ആ ഒരു ശക്തി ഇതുകളൊക്കെ തീർന്ന് ശോഷിച്ച് അവസാനിച്ച കാലഘട്ടത്തിൽ ലിയോ മാർപ്പാപ്പയുടെ അടുത്ത് വന്ന് ഒരുമിക്കാം, അതായത് ആംഗ്ലിക്കൻ ചർച്ചും കത്തോലിക്ക സഭയും ഒരുമിക്കാം എന്നുള്ളൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും റോമിലെ ഇതുണ്ടായി. പക്ഷെ അവരിപ്പോൾ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ലിയോ മാർപ്പാപ്പ മുസ്ലിം വിഭാഗത്തിന് നിസ്കരിക്കാൻ വേണ്ടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ലിയോ മാർപ്പാപ്പ. അത്ര വലിയ വിശാല ഹൃദയമായിട്ടാണ് അടിയറവ് പറയാൻ നിൽക്കുന്നത്. അപ്പൊ ഈ യൂറോപ്പിലും യു കെയിലൊക്കെ ഉരുതിരിഞ്ഞു വരുന്ന ആ ഒരു മതത്തിന്റെ ആ ഒരു വേർതിരിവുകളും അതുമായിട്ട് ചെറിയൊരു സമൂഹം അവരുടെ മേലെ ഉണ്ടാക്കുന്ന പ്രഷർ, ഈ സായിപ്പിന്റെ മേലെ ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഇവരുടെയൊക്കെ രാജ്യങ്ങളിൽ ഇപ്പൊ ജർമ്മനി, ഫ്രാൻസോ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുടിയേറ്റത്തിനെതിരെ തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ വരുന്നുണ്ടെങ്കിലും ഈ 7, 8, 5 ചില രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ നെതർലാൻഡ്സ്, ഡച്ച്, അതല്ലെങ്കിൽ കുറെ രാജ്യങ്ങൾ മുസ്ലിംസ് ഇവിടെ കടക്കരുതെന്നും പറഞ്ഞ് കടന്നുള്ള പരിപാടി വേണ്ടെന്നും പറഞ്ഞുള്ള ഇതുകളുണ്ട്. അവർ തമ്മിൽ യൂറോപ്യൻ യൂണിയൻ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചാൾസ് രാജകുമാരൻ, ഇപ്പോഴത്തെ അധികാരി ചാൾസ് രാജകുമാരനും അദ്ദേഹത്തിന്റെ ഡയാനയ്ക്ക് ശേഷം വന്ന കമീല എന്ന രാജ്ഞിയും കൂടിയിട്ട് റോമിൽ വന്ന് ലിയോ മാർപ്പാപ്പയുമായിട്ട് ഒരുമിച്ച് ആംഗ്ലിക്കൻ ചർച്ചും റോമൻ കാത്തലിക് ചർച്ചും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു വലിയ വിഷയം.